ഹായ് ഡിയർ ഓൾ, നമുക്ക് കുറച്ച് സിമ്പിൾ ആൻഡ് ഈസി എയർ ഫ്രയർ പരീക്ഷണങ്ങൾ കണ്ടാലോ? എല്ലാവരുമൊക്കെ ചെയ്യുന്നതാവാം, എന്നാലും ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ആദ്യം നമുക്ക് കുറച്ച് ഫ്രൈംസ് വറുത്തെടുക്കാം. വേഗം തന്നെ സംഗതി കഴിയും. പാക്കറ്റ് കട്ട് ചെയ്യുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ബാസ്ക്കറ്റ് അടയ്ക്കുക. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 4 മിനിറ്റ് വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ ബാസ്ക്കറ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അടിയിലെങ്ങാനും പെട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് വന്നോട്ടെ. ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഈ ബാസ്ക്കറ്റ് തുറന്ന് നോക്കാം. ദേ, നമ്മുടെ ഫ്രൈംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കട്ടെ. ഇനി കുറച്ച് പപ്പടം വറുത്തെടുക്കാം. പപ്പടം ഓരോന്നും എടുത്ത് അതിൻ്റെ 2 സൈഡിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതും 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3 മിനിറ്റ് വെക്കാം. പപ്പടം ഇതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് മാറുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ദേ, പൊള്ളി വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. എന്നാലും എണ്ണയിൽ മുക്കി വറക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെ ശീലിച്ചാൽ പിന്നെ അതായിരിക്കും നല്ല ടേസ്റ്റ്. അടുത്തതൊരു ബുൾസൈ ഉണ്ടാക്കുന്ന പരീക്ഷണമാണ്. ശരിയാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. 2 ബുൾസൈ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 കുഴികളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഓവർഫ്ലോ ചെയ്ത് അടുത്ത കുഴികളിലേക്ക് വീഴുന്നുണ്ട്. ഇനി ആസ് യൂഷ്വൽ നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി ബാസ്ക്കറ്റ് അടയ്ക്കാം. ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് വെക്കുന്നത്. ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ 10 മിനിറ്റ് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 8 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് പതിയെ തുറന്നു നോക്കാം. കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മഞ്ഞക്കരു നന്നായി വെന്തു പോയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹാഫ് കുക്ക്ഡ് ആകാൻ. ഇനി കുറച്ച് പീനട്ട് വറുത്തെടുക്കാം. ഞാനൊരു സിലിക്കൺ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തനി പച്ച പീനട്ട്സ് അല്ല, എന്നാലും കഴിക്കുമ്പോൾ ഒരു പച്ച ചുവ ഫീൽ ചെയ്യുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഹാഫ് ടൈം ആയപ്പോൾ ബാസ്ക്കറ്റ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആ വലിയ ചൂടൊന്ന് പോയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ്സും റിവ്യൂസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.